എന്ത് സൗണ്ട് അടി? ഞാൻ കേട്ടില്ല. കേട്ടോ ചേച്ചി? ഇപ്പൊ കേട്ടല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, അടുത്ത കളി കളിക്കാൻ നിന്നെ ഇനി ഒന്നുകൂടെ തോപ്പിക്കാൻ പോവാ ഞാൻ. എടി സൗണ്ട് നിൽക്കുന്നില്ലല്ലോ. എടി ഏതാണ്ട് മോള് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ചേച്ചി നിങ്ങൾ കണ്ടോ ഒരു സാധനം പറക്കുന്ന ഇവിടെ? ശരി, ഞാനും കണ്ട് ചെറുതായിട്ട് പെട്ടെന്ന് അങ്ങ് പോയെന്ന്. ഞാനും കണ്ടടി, ഭയങ്കര സ്പീഡാ സാധനത്തിന്. അതോടെ അങ്ങോട്ട് നോക്കി, ഇപ്പഴും ഞാൻ കണ്ട്. എടി അത് പറക്കുന്നില്ലേടി, ഞാൻ കണ്ട്. എന്താ ചേച്ചി പറക്കുന്നില്ലേ? അവനെ കൂട്ടമല്ലേ പറക്കുന്നില്ലേ? കാണാൻ തന്നെ നല്ല രസമുണ്ട്. എടി അതിനൊക്കെ മനുഷ്യന് കാണൂടി. എടി നമ്മൾ ഇവിടുത്തെ സ്പേസ് സെന്റർ ഇല്ലേ, അവിടെ നിന്ന് വിട്ടാന്ന് തോന്നുന്നത്. അയ്യോ നല്ല രസമായിരിക്കും എടി അതിനകത്ത് കയറി പോകാൻ പറക്കുന്നില്ലേ. ഓ അതിനൊക്കെ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ എടുത്ത് അവര് ആ സ്പേസ് സെന്ററിൽ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് അവരെ കൊണ്ടുപോകുന്നു. അല്ല നമ്മളെയൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളിത് പഠിച്ച് വലിയ ആളൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. വീണ്ടും ഇതുവഴി പോയി കേട്ടോടി. ചേച്ചി രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്നു. ശരിയെന്നല്ലോ, ചുമന്ന കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു. എടി ഇപ്പൊ ആ സൗണ്ട് കേൾക്കാനില്ലല്ലോ. അങ്ങ് പോയാ പറക്കുന്നില്ല. അത് പോയി കാണുമായിരിക്കും. അയ്യോ ആരേത്? ആരാ നിങ്ങള്? അയ്യോ ആരാ? ഡീപോൾ. ഡീപോളോ? ഏത്? ഇപ്പഴാ മനസ്സിലായത്. വേഷം കെട്ടി വന്നല്ലേ? ക്രിസ്മസ് ഒന്നും ആയില്ലല്ലോ. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ഇതല്ലല്ലോ. പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്റെ കൂടെ വാ നിങ്ങൾ. കൂടെ വരാനോ? പറഞ്ഞ അനുസരിക്കണം. എന്റെ കൂടെ വാ. എങ്ങോട്ട് വരാൻ? നിങ്ങൾ ആരാ? ഡീപോൾ. ഞങ്ങൾ എന്തിനാ വരുന്നേ? ഞങ്ങൾ അങ്ങോട്ട് വരാനാ പറയുന്നേ. നീ മാത്രം വന്നാ മതി. ഇങ്ങോട്ട് വാടാ കൊച്ചനെ. നിങ്ങൾ വേണ്ട, ഈ കൊച്ചൻ മാത്രം മതി. ഇങ്ങോട്ട് വാടാ. മിണ്ടരുത്, നീ മിണ്ടരുത്. നിന്നെ ഞാൻ ചൊവ്വേ കൊണ്ടുപോവാ, ചൊവ്വാഗ്രഹത്തിൽ. മിണ്ടരുത്, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഞാൻ ഈ പേടകം ഓടിക്കുന്നുണ്ടോ? എന്റെ ശ്രദ്ധ തിരിക്കല്ലേ. വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഈ പേടകം ഓടിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി ഇടിച്ച് നിൽക്കും ഇത്. നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. കേറി അകത്ത് പോ. നിന്നോടല്ലേ പറഞ്ഞു പെട്ടെന്ന് കയറി പോവാന്. ഇപ്പൊ ഞാൻ വെടിവെച്ചിടും അല്ലെങ്കിൽ. ആരാ? എന്ത് വേണം? അതെ, എന്തിനാ നിങ്ങൾ വന്നത്? എന്താണ് അന്യഗ്രഹ ജീവികൾ വന്ന് പേടകത്ത് കയറ്റിക്കൊണ്ട് പോയോ? ഇതാരേ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഓയ്, ഇവിടെ ആരും ഇല്ലേ? സെക്യൂരിറ്റി അവിടെ പോയി. സെക്യൂരിറ്റി. പക്ഷെ അയാളെ കാണുന്നില്ലല്ലോ. പിള്ളേരെ വെറുതെ കള്ളം പറയുന്നേ. നിങ്ങൾ ഈ സ്പേസ് സെന്റർ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതല്ലയോ? ഈ ഓഫീസിലൂടെ അങ്ങ് പുറത്തുള്ളവർ കയറ്റി വിടുന്നതല്ല. രണ്ട് കൊച്ചു പിള്ളേർ ഇവിടെ വന്നിട്ട് അന്യഗ്രഹ ജീവി ആണെങ്കിൽ അനിയനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കും? ആ, ഒരു കാര്യം ചെയ്യ്. നിങ്ങളുടെ പേരൻസിന്റെ നമ്പറിങ് തന്നെ, ഫോൺ നമ്പർ നോക്കട്ടെ. ബെല്ലുണ്ടോ നോക്കട്ടെ ആദ്യം. ആ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, നിങ്ങളുടെ പേരെന്ത് പിള്ളേരെ പറ. ആ, കിങ്ങിണിയുടെ അമ്മയാണോ? അല്ലേ, അമ്മണിയുടെ അമ്മയോ? എന്തോ പിള്ളേർ കള്ളം പറഞ്ഞേ. കിങ്ങിണിയുടെ അമ്മയെന്ന് വെച്ചാൽ പറഞ്ഞ അമ്മണിയുടെ അമ്മയൊന്നും. ഹലോ, ആ, ഇതാണെങ്കിൽ കിങ്ങിണിയുടെ അമ്മയാണോ? ആണോ? ആ, ഇവിടെ ആണെങ്കിൽ തന്നെ കിങ്ങിണിയും വേറൊരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ അനിയനെ ആണെങ്കിൽ തട്ടിക്കൊണ്ട് പോയെന്ന് അന്യഗ്രഹ ജീവികൾ. നിങ്ങളിത് വല്ല അറിഞ്ഞോ? നിങ്ങളെന്തോ കിടന്ന് കാണിക്കുന്നേ? ഹലോ, നിങ്ങൾക്കറിയാൻ കരയാൻ സംസാരിക്കുന്നത്? ആ, അത് തന്നെ ഞാൻ വിളിക്കുന്ന. പിള്ളേരാണെങ്കിൽ ഇവിടെ സ്പേസ് സെന്ററിൽ വന്നു ഇവിടെ. എന്നിട്ട് അവർ പറഞ്ഞ അന്യഗ്രഹ ജീവികളാണെങ്കിൽ അവർ അനിയനെ തട്ടിക്കൊണ്ടുപോയെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം കേൾക്ക്. ആ,
എന്റെ ഇവിടെ പിള്ളേർ രണ്ടുപേരും വന്ന് ഇപ്പോൾ ഞാൻ അവരെ ഫോൺ കൊടുക്കാം. സംസാരിക്കാം കേട്ടോ. ഹലോ അമ്മ, ഞാൻ എങ്ങനെയാ അമ്മേ? നമ്മുടെ കുട്ടുമനെ അന്യഗ്രഹ ജീവി വന്ന് തട്ടിക്കൊണ്ട് പോയമ്മേ. സ്പേസിൽ കയറ്റിക്കൊണ്ടാ പോയത്. ആ പേടകം ഞങ്ങളായി കളിക്കുവായിരുന്നോ മുറ്റത്ത് നിന്നുകൊണ്ട്. ഞാനും അമ്മയും പിന്നെ കുട്ടുമനെ കളിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൗണ്ട് കേട്ടു, പല സൗണ്ടുകൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ വന്ന്. എന്നിട്ട് എങ്കിൽ അങ്ങോട്ട് പറഞ്ഞു എല്ലാം പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു കുട്ടുമനെ വന്നിട്ട് അവനെ തട്ടിക്കൊണ്ട് പോയി. എങ്ങോട്ടാ കൊണ്ടുപോയി നടത്തില്ല, ആ പേടകത്തെ കയറ്റിക്കൊണ്ട് പോയെന്നാ തോന്നുന്നത്. ഞങ്ങൾ നിൽക്കുന്നതോ? ഞങ്ങളായി നിൽക്കുന്നത് ഇവിടെ സ്പേസ് സെന്ററിലാണ് നിൽക്കുന്നത്. ആ പുള്ളിക്കാണെങ്കിൽ പറഞ്ഞിട്ടാണെങ്കിൽ വിശ്വാസമല്ലേ ഞങ്ങൾ പറഞ്ഞിട്ട്. അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അച്ഛനും ഉണ്ടോ അവിടെ? ഇപ്പൊ വരുമോ? അച്ഛനെ വിളിച്ചിട്ട് വാ. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. നിങ്ങൾ പിന്നെ രണ്ട് കൊച്ചു പിള്ളേർ വന്ന് മാത്രം പറഞ്ഞോണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നും കൂടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എന്തായാലും ഞാൻ ഈ സിസ്റ്റത്തിൽ നോക്കട്ടെ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ ആ ആ പൊക്ക പോലെ കാണുന്നുണ്ട് കേട്ടോ. ചന്ദ്രനോട്ടാ പോകുന്നെന്നാ തോന്നുന്നേ. ചന്ദ്രനോട്ട് അല്ലല്ല, ചൊവ്വ 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 ലക്ഷ്യപ്പെട്ടാ പോകുന്നത്. സ്പേസ് ഷിപ്പ് ഉണ്ടോ നോക്കട്ടെ. ആ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ, സിസ്റ്റത്തിലോട്ട് നോക്കിക്കോ. സ്പേസ് ഷിപ്പ് ഉണ്ടോ നോക്കട്ടെ ഞാൻ. നിങ്ങളൊന്ന് മാറിയെന്ന് അങ്ങോട്ട്. നിങ്ങൾ കുറച്ചിടത്തോന്ന് ഞാൻ നിങ്ങളുടെ മോനെ പിടിച്ചു വെച്ചേക്ക് വന്ന്. സാറേ ഞാൻ പോലീസാ. താങ്കൾ പോലീസാണോ? ഏത് സ്റ്റേഷനിലെയാ? ഇപ്പൊ നീരൂരിലെയാ. സാറേ അത് എന്റെ മകളാ കിങ്ങിണി. സാറിന്റെ മക്കളല്ലേ ഇത്? സാറേ എന്റെ മകന്റെ വിവരം വല്ലതും കിട്ടിയോ? ഞാൻ ഈ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ടിരിക്കുവാ. നിങ്ങളെന്തായാലും നോക്കുക കേട്ടോ, ഈ സിസ്റ്റത്തിൽ നോക്കിക്കോ. ഒരു പേടകം ഞാനിപ്പോ കണ്ണി കണ്ട്, അതിന്റെ പുക മാത്രമേ കണ്ടുള്ളൂ, പേടകം ശരിക്കും കണ്ടില്ല. അതാണ് എനിക്ക് ചൊവ്വയിലോട്ടാ ലക്ഷ്യം വെച്ച് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. സെർച്ച് ചെയ്തപ്പോഴാണ് നിങ്ങൾ വന്നത്. സ്പേസ് ഷിപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ പേടകം കാണാൻ പറ്റുന്നുള്ളൂ. ഇങ്ങോട്ട് നോക്കിയാ എല്ലാവരും. ഭയങ്കര സ്പീഡാണല്ല. നിങ്ങളുടെ മോനെ കാണാൻ പറ്റുമോ നോക്കാം. നീ വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങളുടെ കുട്ടി അതിനകത്തുണ്ടല്ലോ. സാറാ പേടകം കൺട്രോൾ ചെയ്യുന്ന ആരാ? അത് മനസ്സിലായില്ലേ നിങ്ങക്ക്? അത് അന്യഗ്രഹ ജീവി. അത് സാറ് നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പൊ കേൾക്കാൻ പറ്റും കേട്ടോ. എന്റെ ശ്രദ്ധ തിരിക്കരുന്ന് എപ്പോ തൊട്ട് ഞാൻ പറയുവാ അകത്ത് കയറിപ്പോന്. ഈ പേടകം എവിടെങ്കിലും ചെന്ന് ഇടിക്കും. ഇപ്പൊ നീ കാരണം ഇന്ന് ചൊവ്വേ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ പേടകം എവിടെങ്കിലും ചെന്ന് ഇടിക്കും. നിന്നോട് കയറി അകത്ത് പോകാനാ ഞാൻ പറഞ്ഞത്. സാറേ അപ്പൊ എങ്ങനെ എന്റെ മോനെ രക്ഷിക്കാൻ പറ്റും? ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഞാനൊരു ബട്ടൺ അമർത്തും. അത് അതേ വേഗത്തിൽ തന്നെ തിരിച്ച് ഭൂമിയിലെത്തും. നിങ്ങളത് കണ്ടോണം. നിങ്ങളതിന് കാല് പിടിക്കുന്നത്? ഞാനിത് ട്രൈ ചെയ്തോണ്ടിരിക്കുവല്ലേ. ഏകദേശം ഹാക്ക് ആവുന്നുണ്ട് കേട്ടോ. നിക്കിനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഈ ബട്ടൺ അമർത്തും. അത് അതേ വേഗത്തിൽ തന്നെ ഈ ഭൂമിയിലെത്തും. കിട്ടി സാറേ, കിട്ടിപ്പോയി. ഞാനത് ഹാക്ക് ചെയ്തു. ഇപ്പൊ തന്നെ അതേ വേഗത്തിൽ തിരിച്ചു വരും. അത് തിരിച്ചു പോകുന്നത് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ? നേരെ തിരിച്ച് ഭൂമിയിലോട്ടാണല്ലോ ഇപ്പൊ പോകുന്നത്. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പ്രത്യേക തരം സിഗ്നൽ മാറിയതിനു ശേഷം വന്നിട്ട് ഇങ്ങനെ വന്നത്. ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ, ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ എത്തുമല്ലോ ഇത്. എനിക്ക് എത്ര നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചൊവ്വയിലോട്ട് വിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ. ഭൂമിയിലോട്ട് തന്നെ അതിന് പോകുന്നത് ഇപ്പോ. എന്തായാലും ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി കേട്ടോ. ഭൂമിയിൽ എത്താറായി. നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കടൽ തീരത്തോട്ട് പോകാം. അവിടെ ആയിരിക്കും അവൻ ലാൻഡ് ചെയ്യുന്നത്. ഇന്ന് പെട്ടെന്ന് കടൽ തീരത്തോട്ട് വിട്ടോ. ഭയങ്കര സൗണ്ടിലാണല്ലോ വന്ന് വീണത്. ഈ സാറ് നമ്മളെ രക്ഷിച്ചത്. താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ ശാസ്ത്ര ലോകത്തിന്റെ കാര്യമല്ലേ. എന്നാലും സാറ് രക്ഷിച്ചില്ലാന്ന് എന്റെ മോൻ എങ്ങനെ രക്ഷപ്പെട്ടേനെ? അയാൾ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. കുട്ടുവൻ എന്തായാലും സ്പേസ് ഷിപ്പിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അത് ശരിയാ. അയ്യോ, എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു.